വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് ആശ്വാസവിധിയെന്ന് മന്ത്രി കെ രാജൻ. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കാൻ 17.77 കോടി രൂപ കെട്ടിവച്ചു. ഹൈക്കോടതി രജിസ്ട്രാറുടെ അക്കൌണ്ടിലേക്കാണ് ട്രഷറിയിൽ നിന്ന് പണം കൈമാറിയതെന്നും മന്ത്രി കരുനാഗപ്പള്ളിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 17,77,00,000 രൂപ കൂടി കോടതിയിൽ മറ്റൊരു അക്കൌണ്ടിലൂടെ ഡയറക്റ്റായി അടച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. നഷ്ടപരിഹാരം എത്ര എന്ന് കോടതി കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. തൽക്കാലം ഭൂമിയിൽ നടപടിക്രമങ്ങളുമായി ഫിസിക്കൽ പൊസഷൻ നടത്തി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അനുവാദം കോടതി നൽകിയത് 510 കോടി രൂപ എന്ന ആവശ്യം നിരാകരിക്കുകയും എന്നാൽ അവിടെ കൊടുക്കേണ്ട നഷ്ടപരിഹാര തുക കോടതി അന്തിമ തീരുമാനം എടുക്കും വരെ 17 കോടി രൂപ കൂടി കോടതിയിൽ കെട്ടിവെക്കാൻ നിർദ്ദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ കോടതിയിലേക്ക് ആ പണം ഒടുക്കുന്ന നടപടി ട്രഷറി അക്കൌണ്ടിലൂടെ ജില്ലാ കളക്ടർ നിർവഹിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. പിന്നെ കോടതിക്ക് കൊടുക്കേണ്ട പണം ട്രഷറിയിലേക്ക് ചെക്ക് മുഖാന്തരം കൈമാറി. ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചു. വയനാട്ടിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന്റെ ഫുൾ ടീം ഇപ്പോൾ അവിടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ക്യാമ്പ് ചെയ്യുകയാണ്. സർവേയർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. ുള്ളിൽ തന്നെ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ആധികാരികമായി ടൗൺഷിപ്പിന് വേണ്ടി ഏറ്റെടുത്തുകൊണ്ടുള്ള ശിലാഫലകം അവിടെ പ്രതിഷ്ഠിച്ച് ആ നടപടികളുമായി മുന്നോട്ട് പോകും.